അമേരിക്കയും ഇസ്രയേലും ഫെബ്രുവരി 28-ന് ഇറാനിൽ നടത്തിയ സൈനിക നീക്കങ്ങൾ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് പുതിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത മാർഗങ്ങളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളും ആഗോള അസംസ്കൃത എണ്ണവിലയിലെ വർധനവും സംബന്ധിച്ച് ഈ നീക്കം ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇതിലെ പ്രധാന ആശങ്ക നേരിട്ടുള്ള സൈനിക ഇടപെടലല്ല, മറിച്ച് ഇന്ധനവില, പണപ്പെരുപ്പം, സാമ്പത്തിക സ്ഥിരത എന്നിവയെ ബാധിക്കുന്ന ഊർജ്ജ പ്രതിസന്ധിയാണ്. അടിയന്തര ഇടപെടൽ സർക്കാർ ആലോചിക്കുകയാണ്. ഇന്ത്യക്ക് ആവശ്യമുള്ള അസംസ്കൃത എണ്ണയുടെ ഏകദേശം 90% വിദേശ വിപണികളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഒരു വലിയ പങ്ക് പ്രധാനമായും ഇറാഖ്, സൗദി അറേബ്യ, കുവൈറ്റ്, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ളതും ഹോർമുസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. ആഗോളതലത്തിൽ ഏകദേശം 20% എണ്ണയും ദ്രവീകൃത പ്രകൃതിവാതകങ്ങളും ഈ ഇടുങ്ങിയ കടൽ ഇടനാഴിയിലൂടെയാണ് നീങ്ങുന്നത്. മേഖലയിലെ സംഘർഷങ്ങൾ സൈനിക ഉപരോധങ്ങളിലേക്കോ ഷിപ്പിംഗ് തടസ്സങ്ങളിലേക്കോ ഇൻഷുറൻസ് ചെലവ് കൂടുന്നതിലേക്കോ നയിച്ചാൽ എണ്ണവില കുത്തനെ ഉയരാം. അസംസ്കൃത എണ്ണവിലയിൽ ചെറിയ വർധനവ് പോലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും. അസംസ്കൃത എണ്ണവില ബാരലിന് $10 വർദ്ധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വാർഷിക ഇറക്കുമതി ബിൽ $13 മുതൽ $14 ബില്യൺ വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഉയർന്ന എണ്ണവില ഇന്ധന ചെലവ്, ഗതാഗത ചരക്ക് നീക്ക ചെലവുകൾ, റീറ്റെയിൽ പണപ്പെരുപ്പം എന്നിവ വർദ്ധിക്കുകയും ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലും സമ്മർദ്ദമുണ്ടാവുകയും ചെയ്യും. ഇറാനിൽ നിന്നുള്ള പ്രതിദിന 3.3 ദശലക്ഷം ബാരലിന്റെ എണ്ണ ഉൽപാദനം തടസ്സപ്പെട്ടാൽ എണ്ണവില ബാരലിന് $70 നിന്ന് $76-നും $81-നും ഇടയിലായി ഉയരാൻ സാധ്യതയുണ്ട്. സംഘർഷം കൂടുതൽ വ്യാപിക്കുകയാണെങ്കിൽ എണ്ണവില ഇതിലും വർദ്ധിച്ചേക്കാം. വർദ്ധിച്ച സൈനിക ഭീഷണി കാരണം മേഖലയിലെ ഷിപ്പിംഗ് ഇൻഷുറൻസ് പ്രീമിയം കുത്തനെ വർദ്ധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് എണ്ണ ഗതാഗതത്തിന്റെ ചെലവ് കൂട്ടുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അസംസ്കൃത എണ്ണ വിതരണം ഉറപ്പാക്കുക, ഷിപ്പിംഗ് റൂട്ടുകൾ നിരീക്ഷിക്കുക, തന്ത്രപരമായ പെട്രോളിയം കരുതൽ ശേഖരം വിലയിരുത്തുക, പശ്ചിമേഷ്യയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നിവയായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയങ്ങൾ. പശ്ചിമേഷ്യയിൽ ഏകദേശം 9 ദശലക്ഷം ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട്. ഇതിൽ ഇറാനിൽ ഏകദേശം 10,000 പേരും ഇസ്രയേലിൽ 40,000-ലധികം പേരും ഉൾപ്പെടുന്നുണ്ട്. തടസ്സങ്ങൾ രൂക്ഷമായാൽ അസംസ്കൃത എണ്ണയുടെ ബദൽ സ്രോതസ്സുകൾ തേടാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. സംഘർഷം ഹോർമുസ് വഴിയുള്ള ചരക്ക് നീക്കത്തെ തടസ്സപ്പെടുത്തിയാൽ ഇന്ത്യയുടെ പാചകവാത ഇറക്കുമതിയെയും ബാധിക്കാം. LPG ചരക്കുകളുടെ വലിയൊരു ഭാഗം ഇതേ പാതയിലൂടെയാണ് നീങ്ങുന്നത്. ഏതെങ്കിലും കാലതാമസം ചരക്ക് ഇൻഷുറൻസ് ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ആഗോള LPG വിതരണം കുറയ്ക്കുകയും ചെയ്യും. LPG വില അസംസ്കൃത എണ്ണയുടെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുമായി ബന്ധിപ്പിച്ചതിനാൽ എണ്ണവിലയിലെ വർധനവ് സർക്കാരിന്റെ സബ്സിഡി ഭാരം വർദ്ധിപ്പിക്കും. എന്നിരുന്നാലും തൽക്കാലം അടിയന്തര ആശങ്കകളൊന്നും ആഭ്യന്തര ഉപയോക്താക്കളെ പെട്ടെന്നുള്ള വിലക്കയറ്റത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇന്ത്യക്ക് മാത്രമല്ല, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ പ്രധാന ഏഷ്യൻ രാജ്യങ്ങൾക്കും നിർണായകമാണ്. ഈ രാജ്യങ്ങൾ ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണയും LPGയുടെ ഭൂരിഭാഗം ഒഴുക്കിനും കാരണമാകുന്നുണ്ട്. ഒരു സമ്പൂർണ്ണ ഉപരോധം എണ്ണവിലയെ അങ്ങേയറ്റം ഉയർന്ന നിലയിലേക്ക് എത്തിക്കും. ഒരുപക്ഷെ മുൻ ആഗോള എണ്ണ പ്രതിസന്ധികളെ പോലെ അല്ലെങ്കിൽ അതിലും കൂടുതലായിരിക്കാം. അത്തരമൊരു കുതിച്ചുചാട്ടം ആഗോള പണപ്പെരുപ്പം, കറൻസി വിപണികൾ, ലോകമെമ്പാടുമുള്ള വ്യാപാര പ്രവാഹങ്ങൾ എന്നിവയെ ബാധിക്കും. ഈ പ്രതിസന്ധി പുനരുപയോഗ ഊർജ്ജ ഉപകരണങ്ങളുടെയും മറ്റ് നിർണായക വസ്തുക്കളുടെയും നീക്കത്തെയും മന്ദഗതിയിലാക്കാൻ സാധ്യതയുണ്ട്. കാരണം പല ചരക്ക് നീക്കങ്ങളും ഇതേ കടൽപാതയിലൂടെയാണ് നടക്കുന്നത്. ഉയർന്ന എണ്ണവില ഇറക്കുമതിക്ക് ഡോളറിന്റെ ആവശ്യം വർദ്ധിപ്പിക്കുന്നു. ഇത് രൂപയെ ദുർബലമാക്കുകയും ഇറക്കുമതി ചെയ്യുന്നതിലൂടെയുള്ള പണപ്പെരുപ്പം കൂട്ടുകയും ചെയ്യും. സ്ഥിരത തുടരുകയാണെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതിയും വെല്ലുവിളികൾ നേരിടാം. ഈ സാഹചര്യം ഊർജ്ജ മേഖലയെ മാത്രമല്ല മറ്റു കയറ്റുമതിയെയും ബാധിച്ചേക്കാം. ഇന്ത്യൻ ബസ്മതി അരിയുടെ പ്രധാന ഉപയോക്താവാണ് ഇറാൻ. ഇന്ത്യയുടെ മൊത്തം ബസ്മതി അരി കയറ്റുമതിയുടെ ഏകദേശം 25% ഇവിടേക്കാണ്. ഇറാഖ് മറ്റൊരു പ്രധാന വിപണി. ഷിപ്പിംഗ് റൂട്ടുകളിലോ പണമടയ്ക്കൽ സംവിധാനങ്ങളിലോ ബാങ്കിംഗ് സംവിധാനങ്ങളിലോ ഉണ്ടാകുന്ന തടസ്സങ്ങൾ പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ വരുന്ന അരി കയറ്റുമതിയെ ബാധിക്കാം. കയറ്റുമതിയും ഇത് കാരണം വൈകിയേക്കാം. കപ്പൽ ഗതാഗത മാർഗങ്ങളിലോ ഇൻഷുറൻസ് കവറേജിലോ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും ഇതിനകം ചാഞ്ചാടുന്ന ആഗോള വിപണികളുമായി മല്ലിടുന്ന കയറ്റുമതിക്കാരെ പ്രതിസന്ധിയിലാക്കും. നിലവിലെ പ്രതിസന്ധി ഇറക്കുമതി ചെയ്യുന്ന ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിച്ചുള്ള ഇന്ത്യയുടെ അവസ്ഥ എടുത്തു കാണിക്കുന്നു. റഷ്യ, US, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നുണ്ടെങ്കിലും ആഗോള വിലയിലെ ചാഞ്ചാട്ടം പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.